സെബാസ്റ്റ്യൻ പോൾ ഇപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളിൽ താങ്കൾക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാനുണ്ടോ? അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞത് RSSൻ്റെ കോമരമായി പ്രവർത്തിക്കുന്നവരെയാണ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും റിക്രൂട്ട് ചെയ്യുന്നത്, എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തീരുമാനിക്കുന്നത് ഹിന്ദുത്വത്തിലേക്കുള്ള യാത്രയായിരിക്കും എന്നാണ്. നോക്കൂ, ഇപ്പോൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമുള്ള ജഡ്ജിമാരുടെ വിധി, അതിനകത്ത് ഒന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത്, ഈ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം കാലികമായിട്ടുള്ളത് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയും രാമക്ഷേത്ര നിർമ്മാണവുമാണ്. നോക്കൂ, ആ വിധി പുറപ്പെടുവിച്ചിട്ടുള്ള 5 അംഗ ബെഞ്ചിനെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. രഞ്ജൻ ഗൊഗോയ് 4 മാസം കൊണ്ട് അദ്ദേഹം രാജ്യസഭയിലെത്തി. ഇന്ത്യയിൽ, സ്വതന്ത്ര ഇന്ത്യയിൽ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്ത് രാജ്യസഭയിലെത്തുന്ന ആദ്യത്തെ ആളാണ് രഞ്ജൻ ഗൊഗോയ്. അദ്ദേഹം ഇതുവരെ ചോദ്യമൊന്നും ചോദിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതോ ഒരു ചോദ്യം ചോദിച്ചു എന്നാണ് കേട്ടിട്ടുള്ളത്. രണ്ടാമത്തേത് ജസ്റ്റിസ് SA ബോഗ്ഡെ. അദ്ദേഹം ചാൻസലറാണ് മഹാരാഷ്ട്ര നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുടെ, മുംബൈയുടെയും നാഗ്പൂരിൻ്റെയും. മൂന്നാമത്തെ ആൾ DY ചന്ദ്രചൂഡ്, അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. അശോക് ഭൂഷൺ NCLATയുടെ ചെയർപേഴ്സണാണ്. അബ്ദുൽ നസീർ ഏക മുസ്ലിം അംഗം, അദ്ദേഹം ആന്ധ്രാപ്രദേശ് ഗവർണറാണ്. അപ്പോൾ അവിടെ എത്തിക്കുക മാത്രമല്ല, വിധിന്യായം കിട്ടിയാൽ എവിടെ എത്താം എന്നുകൂടി നമ്മുടെ രാജ്യം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതെ, ഇത് ഏറെക്കാലമായി നമുക്കുള്ളൊരു വിമർശനമാണ്. എക്സിക്യൂട്ടീവിന് അനുകൂലമായ വിധി നൽകിയാൽ അതിന് പ്രതിഫലമുണ്ട് എന്ന കാര്യത്തിനുള്ള ഉദാഹരണമാണ് ഇപ്പോൾ നികേഷ് ചൂണ്ടിക്കാണിച്ചത്. എക്സിക്യൂട്ടീവിന് ഹിതകരമല്ലാത്ത വിധി നൽകിയാലോ അപ്പോൾ എന്ത് സംഭവിക്കും എന്നതിന് ഇവിടെ HR ഖന്നയെയും ഉദാഹരണമായി കമാൽ പാഷ ചൂണ്ടിക്കാണിച്ചു. HR ഖന്ന മാത്രമല്ലല്ലോ, ഈ കേശവാനന്ദ ഭാരതി കേസിലെ വിധി ബെഞ്ചിൽ നിന്ന് 3 പേർക്ക് രാജിവെച്ചു പോകേണ്ടി വന്നില്ലേ അവരെ സൂപ്പർസീഡ് ചെയ്തപ്പോൾ? അതൊന്നും BJPയുടെ കുറ്റമൊന്നുമല്ല, അതൊക്കെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നടന്ന മഹാസംഭവങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാം ഭംഗിയായി നടക്കുന്നു എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇവിടെ ഇപ്പോൾ സാമൂഹിക നീതി എന്ന പരാമർശമുണ്ടായി. കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ ഒരു പട്ടികവർഗത്തിൽപ്പെട്ട ജഡ്ജി ഇല്ല എന്ന് മാത്രമല്ല, കുറെ വർഷങ്ങളായി അതില്ല. എവിടെ പോയി സാമൂഹിക നീതി? ഇവിടെ രാധാകൃഷ്ണൻ പരാമർശിച്ചതുപോലെ പണ്ട് ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ജഡ്ജിയാക്കുന്നതിന് അദ്ദേഹം സബ് ജഡ്ജി മാത്രമായിരുന്നു. അദ്ദേഹത്തെ രാജിവെപ്പിച്ച് ഹൈക്കോടതി ബാറിലേക്ക് കൊണ്ടുവന്ന് അഭിഭാഷകനാക്കി വളരെ പ്രയാസപ്പെട്ട് തന്നെയായിരുന്നു അദ്ദേഹത്തെ ഹൈക്കോടതി ജഡ്ജിയായി അന്ന് നിയമിച്ചത്. അന്ന് കൊളീജിയം ഒന്നുമില്ലാത്ത കാലമാണ്, എങ്കിലും അത് നടന്നു. അതിന്റെ ഫലം എന്തായിരുന്നു? അദ്ദേഹം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയി മാറി. അങ്ങനെയൊക്കെയുള്ള പാരമ്പര്യമുള്ള, ഞാനിപ്പോൾ കേരള ഹൈക്കോടതിയിലേക്ക് മാത്രമായി ഞാൻ പരിമിതപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള ഹൈക്കോടതിയിൽ ഇപ്പോൾ ഏതെല്ലാം ജനവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമില്ല എന്ന് ചോദിച്ചാൽ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അപ്പൊ സാമൂഹിക നീതി തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട വശങ്ങളൊക്കെ മറന്നുകൊണ്ട്, വിസ്മരിച്ചുകൊണ്ട് അവിടെ കുറെ പേരൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നു, അവർ ജഡ്ജിമാരാകുന്നു. അവരുടെയൊക്കെ പശ്ചാത്തലം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. അങ്ങനെ അന്വേഷിച്ച് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നും തോന്നുന്നുണ്ട്. കാരണം എല്ലാ പോരായ്മകളും അധികാരത്തിലെത്തിയാൽ അത് മറച്ചുവയ്ക്കപ്പെടും, മൂടിവയ്ക്കപ്പെടും, അതില്ലാതെയാകും. അപ്പോൾ അവിടെ ഉള്ള ഈ പോരായ്മകളിലേക്കാണ്, ആ പോരായ്മകൾ അല്ലെങ്കിൽ ആ പാളിച്ചകൾ, ഇതിനുള്ള സാധ്യതകൾ, വിള്ളലുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ ഭരണകക്ഷി അവർക്ക് ഹിതകരമായ വ്യക്തികളെ ന്യായാധിപ പദവികളിലേക്ക് എടുക്കുന്നു. അവരെ മറ്റു പല കണക്കുകളൊക്കെ കൂട്ടിക്കൊണ്ട് അവരുടെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതിയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെയുള്ള മാനിപ്പുലേഷൻ അത് ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമായ ഒരു സംഗതിയല്ല. അമേരിക്കയിൽ സുപ്രീം കോടതിയിൽ 9 ജഡ്ജിമാരാണുള്ളത്. ആ 9 ജഡ്ജിമാർക്ക് ആജീവനാന്തം സ്ഥാനത്ത് തുടരുകയും ചെയ്യാം. പക്ഷെ അവിടെയുണ്ട് മാനിപ്പുലേഷൻസ്. അപ്പൊ മാനിപ്പുലേഷൻ എവിടെയും നടക്കും, അത് മനുഷ്യ സഹജമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ നാളെ സംഭവിക്കാനിരിക്കുന്ന ചില അപകടങ്ങളെക്കുറിച്ച് നമുക്കിപ്പോൾ ചിന്തിക്കേണ്ടി വരും. അത് രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ നികേഷിന്റെ അനുമാനങ്ങളോ സാങ്കല്പികമായ വിഭ്രമങ്ങളോ മാത്രമല്ല. ഇപ്പോൾ കേശവാനന്ദ ഭാരതിക്ക് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ അത് തുടങ്ങിക്കഴിഞ്ഞു. രാജ്യസഭാ അധ്യക്ഷനായ ഉപരാഷ്ട്രപതി പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പാർലമെന്റിൽ തന്നെ പറഞ്ഞു, പാർലമെന്റിന്റെ സർവാധിപത്യം പുനഃസ്ഥാപിക്കണം, കേശവാനന്ദ ഭാരതി കേസ് അത് പുനഃപരിശോധിക്കപ്പെടണം. അപ്പോൾ ഒരു അവസരം കിട്ടിയാൽ അത് സംഭവിക്കും. അത് സംഭവിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ എന്തായിരിക്കും? എല്ലാം സാങ്കല്പികമായിരിക്കാം, അനുമാനങ്ങൾ മാത്രമായിരിക്കാം. പക്ഷെ വലിയ ഭയാനകമായ ഒരു സ്വപ്നം നമ്മെ കാത്തു നിൽക്കുന്നുണ്ട്. ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിനുള്ള ചില സാഹചര്യങ്ങളും കാണുന്നുണ്ട്. അവിടേക്കാണ് എം വി ഗോവിന്ദൻ
നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അദ്ദേഹം ഒരു ജൂറിസ്റ്റ് അല്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതുകൊണ്ട് അദ്ദേഹം ചില പരുഷമായ പരുക്കനായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. പക്ഷേ എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്ന അപകടം കേവലം സാങ്കല്പിക മാത്രമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇന്നത്തെ നിലയിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കേശവാനന്ദ ഭാരതിയാണ് പ്രധാന തടസ്സമായി നിൽക്കുന്നത് എന്നുള്ളതാണ് ഉപരാഷ്ട്രപതിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് പാർലമെൻറ്റിൻ്റെ അവകാശങ്ങൾ തിരികെ കിട്ടണം എന്നുള്ളതാണ്. ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിന് അനിയന്ത്രിതവും അപരിമേയവുമായ അധികാരം പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണോ എന്നുള്ള ചോദ്യമാണല്ലോ കേശവാനന്ദ ഭാരതി കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഭരണഘടനയുടെ അതീശത്വം, ഭാരതത്തിൻ്റെ പരമാധികാരം, അഖണ്ഡത, ഐക്യം, ജനാധിപത്യം, റിപ്പബ്ലിക്ക് എന്ന നിലയിലുള്ള ഭരണകൂടം, മതേതര കാഴ്ചപ്പാട്, അതിൽ നിന്ന് മാറി ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രസിഡൻഷ്യൽ രീതിയിലേക്കോ നമ്മൾ പ്രസിഡൻഷ്യൽ രീതി BJPയുടെ ആശയമാണ്. അത് RSS തന്നെ ഫെഡറൽ സംവിധാനത്തിന് പകരം പ്രസിഡൻഷ്യൽ രീതിയാണ് പറഞ്ഞിട്ടുള്ളത് എന്നും മാത്രമല്ല ഏറ്റവും ഒടുവിൽ LK അദ്വാനി അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അതെ, തീർച്ചയായും ഈ കേശവാനന്ദ ഭാരതി എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഒരു ആലങ്കാരികമായി പറയുന്ന ഒരു കാര്യമല്ല. അതൊരു ആന്റിക് അല്ല, അതൊരു ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്. കേശവാനന്ദ ഭാരതിയിലെ കേസിലെ വിധി 1973 പുറത്തു വന്നപ്പോൾ അന്ന് ആ വിധി പ്രകീർത്തിതമായത് ദ കേസ് ദാറ്റ് സേവ്ഡ് ഇന്ത്യൻ ഡെമോക്രസി എന്നാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് കേസ് എന്നൊരു മറുപേരും ആ കേസിനുണ്ട്. അപ്പോൾ കേശവാനന്ദ ഭാരതിയുടെ പ്രാധാന്യം വളരെ വലുതാണ്. അത് അന്ന് അവിടെ ആ വിശാല 13-അംഗ ബെഞ്ച്, അവിടെ അവരുടെ യോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ 7-6 എന്ന രീതിയിൽ ആ ബെഞ്ച് ഡിവൈഡ് ചെയ്യപ്പെടുകയും കേവലം ഒരു ജഡ്ജിയുടെ വിധിയെ അടിസ്ഥാനമാക്കി അത് ഭൂരിപക്ഷ വിധിയായി മാറുകയും ചെയ്തതാണ്. പക്ഷേ ഇക്കാലം അത്രയും നമ്മൾ കേശവാനന്ദ ഭാരതിയുടെ പേരിൽ നമ്മുടെ ഈ സംവിധാനത്തെ ഭദ്രമായി നിലനിർത്തിക്കൊണ്ടു പോകാൻ പരിശ്രമിച്ചു. കേശവാനന്ദ ഭാരതിയുടെ പ്രാധാന്യം എന്താണ്? പാർലമെന്റിനെ സംബന്ധിച്ച് അനുച്ഛേദം 368 നൽകുന്ന അധികാരം ഉപയോഗിച്ച് പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാം. പക്ഷേ ഭരണഘടനയുടെ മൌലിക ഭാവത്തെ, ബേസിക് സ്ട്രക്ചറിനെ സ്പർശിക്കാൻ പാർലമെന്റിന് അധികാരമില്ല എന്നാണ് കേശവാനന്ദ ഭാരതി പറഞ്ഞത്. നാളെ ആ തടസ്സം നീക്കിയെടുത്താൽ നമ്മുടെ പ്രിയാമ്പിൾ മുതൽ അങ്ങോട്ട് നിരവധി ഭാഗങ്ങൾ ഭേദഗതി ചെയ്യാനുണ്ട്. പ്രിയാമ്പിളിലെ കൂട്ടിച്ചേർക്കപ്പെട്ട സോഷ്യലിസ്റ്റ്, സെക്കുലർ തുടങ്ങിയ വാക്കുകളൊക്കെ നീക്കം ചെയ്യപ്പെടും. പിന്നീട് പല കാര്യങ്ങൾ ഇവിടെ അതിന്റെ രത്നച്ചുരുക്കമാണ് ചൂണ്ടിക്കാണിച്ചത്. ഹിന്ദു രാഷ്ട്രമായി ഈ രാഷ്ട്രത്തെ മാറ്റിയെടുക്കും. അതോടൊപ്പം ഇപ്പോഴത്തെ പാർലമെന്ററി രീതി പ്രസിഡൻഷ്യൽ രീതിയായി മാറ്റിയെടുക്കും. അങ്ങനെ പലതും BJPയുടെ അജണ്ടയിലുണ്ട്. ഞാനത് കുറ്റം പറയുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവർക്ക് പ്രത്യേകമായ അജണ്ട ഉണ്ടാകണം. ആ അജണ്ടയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും അവർ നീക്കം ചെയ്യും. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇതൊന്നും ഒളിച്ചു കളിക്കുകയോ അല്ലെങ്കിൽ ഒളിച്ചു വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. RSSന്റെ ലിറ്ററേച്ചറിൽ അത് വളരെ വ്യക്തമായിട്ടുണ്ട്. അത് RSS വ്യക്തമായി അത് പറയുന്നു. അത് പറയുന്നതിനുള്ള സത്യസന്ധതയും അവർക്കുണ്ട്. ഒന്നും മറച്ചു വയ്ക്കപ്പെട്ട അജണ്ട അവർക്കില്ല. അവരുടെ അജണ്ട പരസ്യമാണ്. നമ്മളാരും ശ്രദ്ധിക്കാതെ പോയ, ചർച്ച ചെയ്യപ്പെടാതെ പോയ മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ. നാഗപ്പൂരിൽ നിന്ന് അവർ വിഭാവന ചെയ്യുന്ന ഭരണഘടനയുടെ കരട് പുറത്തുവരികയുണ്ടായി. വലിയ ചർച്ചയ്ക്ക് വിഷയമായില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അവർക്കൊന്നും മറച്ചു വയ്ക്കാനില്ല. അവർ അതിനുള്ള മാൻഡേറ്റ് സമ്പാദിക്കും. പക്ഷെ അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മാൻഡേറ്റിന് അനുസരിച്ച് നമ്മുടെ ജനാധിപത്യവും നമ്മുടെ ഭരണഘടനയും എല്ലാം കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്നൊക്കെ പറയുന്നില്ലേ, അതെല്ലാം തിരുത്തി എഴുതപ്പെട്ടാലോ? അങ്ങനെ തിരുത്തി എഴുതുന്നതിനുള്ള തടസ്സമായിട്ടാണ് സുപ്രീം കോടതി കേശവാനന്ദ ഭാരതി എന്ന പ്രസിദ്ധമായ വിധി നമുക്ക് നൽകിയത്. നമുക്ക് ആ വിധി നിലനിർത്താൻ കഴിയുമോ? നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിനുശേഷം സംഭവിക്കാൻ പോകുന്നത് എന്ത്? ഇതൊക്കെ നമ്മെ വല്ലാതെ ഭയചകിതരാക്കുന്നുണ്ട്. രാധാകൃഷ്ണൻ ആവർത്തിക്കുന്നത് പോലെ ഇതൊക്കെ കേവലം അനുമാനങ്ങളോ സങ്കല്പങ്ങളോ മാത്രമല്ല. Debate with MV Nikesh Kumar.